പറയുന്ന കേട്ട് മമ്മൂട്ടിയുടെ കിളി പോകും. കയ്യിലിരുന്ന പൊതിയിൽ നിന്ന് ആപ്പിള് ഓറഞ്ച് ഒക്കെ പയ്യെ ഇങ്ങനെ താഴോട്ട് വീഴാൻ തുടങ്ങും. താഴെ വീണ ആപ്പിള് ഈ കിളി പറന്ന് നിൽക്കുന്ന മമ്മൂട്ടി ഇങ്ങനെ നോക്കിയിട്ട് കുനിഞ്ഞെടുക്കുന്നുണ്ട്. എടുക്കുമ്പോഴത്തേക്ക് കുടയിലിരിക്കുന്ന ബാക്കി ആപ്പിളും കൂടെ തറ വീഴും. അതും കൂടെ വീഴുന്ന കണ്ടപ്പോൾ സുരേഷ് ഗോപി ഓടി വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ രണ്ടെണ്ണം മമ്മൂട്ടി എടുത്തിട്ട് ബാക്കി സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി ബാക്കി കാര്യം അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുകയാണ് മമ്മൂട്ടി. അതിനിടയ്ക്ക് സുരേഷ് ഗോപി ബാക്കിയുള്ളത് വാരി കൂടയിലിട്ട് കൊടുക്കും. ഇതാണ് ആ സീൻ. ഒറ്റ ഷോട്ടിലാണ് ഈ സീൻ പോകുന്നത്. ഇവർ രണ്ടും മിസ് ചെയ്ത ഒരു ഓറഞ്ച് മമ്മൂട്ടിയുടെ കാൽപാദത്തിന്റെ സൈഡിലുണ്ട്. ഇത് മമ്മൂട്ടി ക്യാരക്ടറും കാണുന്നില്ല, മമ്മൂട്ടി എന്നൊരു നടനും കാണുന്നില്ല. അപ്പൊ സുരേഷ് ഗോപി ബാക്കി സംസാരിച്ച് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി നടന്നു പോകുന്നു. മമ്മൂട്ടി കിളി പറന്ന് തിരിച്ച് നടന്ന് റൂമിലോട്ട് പോകുന്ന ഒരു സീനാണ്. ഈ നടന്നു പോകുമ്പോഴത്തേക്കാണ് മമ്മൂട്ടി ഈ കാൽപാദത്തിന്റെ അടുത്ത് ആപ്പിൾ ഓറഞ്ച് കിടക്കുന്നത് മമ്മൂട്ടി ശ്രദ്ധിക്കുന്നത്. മമ്മൂട്ടി ആ ക്യാരക്ടർ കിളി പറന്ന ഒരു അവസ്ഥയിൽ തന്നെ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു നോട്ടം തന്നെ ഉണ്ട്. അൺകോൺഷ്യസ് ആണ്, അത് കോൺഷ്യസ്ലി നോക്കുന്നതല്ല. കുനിഞ്ഞെടുത്ത് കൂടയിൽ വെച്ചിട്ട് പോകുന്ന ഒരു സീനാണ്. ഒക്കെ നാച്ചുറലി ഒരു പൊടിക്ക് മുന്നോട്ട് പോയാൽ കയ്യിൽ നിന്ന് പോകാവുന്ന സീൻ. മുഖത്തൊക്കെ വരുന്ന എക്സ്പ്രഷൻസ് അമേസിംഗ് ആണ്. ഈ സിനിമ ഇപ്പൊ കാണുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇത് പണ്ടേ ഉള്ള പരിപാടി തന്നെയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ പണ്ടത്തെ വീഡിയോ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റിയെ കൊണ്ട് ഇങ്ങനെ ഇടുന്ന സാധനം നമ്മളിൽ അതേപടി എത്തൂല. നിങ്ങളുടെ 100 ഇട്ടാലേ അതിലൊരു 50 നമ്മളെടുത്ത് എത്തത്തുള്ളൂ. നമ്മൾ സൂക്ഷ്മ ദർശനിയൊക്കെ വെച്ച് നോക്കിയാലേ കാണിച്ചു വെച്ചേക്കുന്നത് കാണാൻ പറ്റും. പകരം ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ എന്ത് കാണിക്കുന്നു അത് അതേപടി ഒപ്പി നമുക്ക് കാണാൻ പറ്റുന്നു. ഇതാണ് ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് മനസ്സിലായി. അന്ന് അളന്ന് കുറിച്ച് അഭിനയിച്ച നടൻ ഇന്നും അതുപോലെ അഭിനയിക്കുന്നു. ഇന്ന് ആ അളവ് പോലെ കറക്റ്റ് നമ്മളെ കണ്ണിൽ എത്തുന്നു എന്നതാണ് ആകെ വന്ന വ്യത്യാസം.